ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കർണാടകയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗി മുദ്ദി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. റാഗി മുദ്ദ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടി കൊണ്ടാണ് ഇതുണ്ടാക്കി കാണിക്കുന്നത്. 1 കപ്പ് റാഗി പൊടിക്ക് 2 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. വെള്ളം അളന്നെടുത്ത ആ സെയിം കപ്പിൽ തന്നെയാണ് ഞാൻ റാഗിപ്പൊടിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ റാഗിപ്പൊടി എടുത്തു വെച്ചതിൽ നിന്നും വെറും 2 ടേബിൾ സ്പൂൺ മാത്രം പൊടി ഈ വെള്ളത്തിലോട്ട് തൽക്കാലം ചേർത്ത് കൊടുക്കുക. സ്റ്റവ് ഇപ്പോൾ കത്തിക്കേണ്ട കേട്ടോ. ഈ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് സ്റ്റവ് കത്തിക്കേണ്ടത്, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇട്ട് കൊടുത്ത ആ 2 ടേബിൾ സ്പൂൺ പൊടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അന്ന് വെള്ളത്തിൽ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ടകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് റാഗി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ലോ ഫ്ലെയിമിലാക്കണം. ഈ ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം ഈ റാഗി പൊടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത്. ഈ സൈഡിൽ നിന്നും കുറച്ച് വെള്ളം പൊങ്ങി വന്നു തുടങ്ങും മാവിന് മീതെയായിട്ട്. അതിനുശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതുപോലെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടിയും വെള്ളവും നല്ലപോലെ കമ്പൈനായി വരും. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ കൈ വേദനിക്കും കേട്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോൾ ആ കൈവേദന നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും. പിന്നീട് നമുക്കത് പ്രാക്ടീസായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നത്തില്ല. നന്നായിട്ട് മാവ് മിക്സായി നല്ല ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു മൂടിയെടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല, അതുകൊണ്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കുക.
ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റാഗി മുദ്ദ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് കുറച്ച് നേരം വെക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ആറി തണുത്ത് പോകരുത്. ചെറിയ ചൂടല്ല, കുറച്ചുകൂടെ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ വെള്ളം തൊട്ടിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു പ്ലേറ്റ് ഇവിടെ വെച്ച് കൊടുക്കുക. പ്ലേറ്റിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. വെള്ളം നനച്ച കൈ കൊണ്ട് തന്നെ കുറച്ച് റാഗി എടുക്കുക. എടുത്തതിന് ശേഷം അതിനെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിനെ ഒരു ബോൾ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ചൂടോടെ എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുക തന്നെ ചെയ്യും. പക്ഷെ വെള്ളം നനച്ചിട്ട് നമ്മളത് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കയ്യിലൊരിക്കലും ഒട്ടി പിടിക്കില്ല. ഇതുപോലെ വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റാഗി മുദ്ദയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഉണക്കമീൻ കറി. നമ്മുടെ ഈ ചാനലിൽ 2 തരത്തിലുള്ള ഉണക്കമീൻ കറികളുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റാഗി മുദ്ദയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഞാനീ പറഞ്ഞ 1 കപ്പ് മാവിൻ്റെ അളവിൽ 4 ഉരുളകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ആദ്യമേ, വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.